കാറ്റത്തെ കിളിക്കൂടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുധീഷും നിധിയുമായിട്ട് അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, ഇനി അച്ഛനെ കാണാൻ പറ്റില്ല, ഇനി എന്ത് ചെയ്യുമെന്ന് നിൽക്കുമ്പോഴത്തേക്കുമാണ് ആലോചിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് വീട്ടിലോട്ട് പോയാലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. വേണ്ട, ഞാൻ വീട്ടിലേക്കില്ല, എനിക്ക് ഏതെങ്കിലും വീട് നോക്കി തരണം, എന്നാലേ ഞാൻ അങ്ങോട്ട് എവിടെയെങ്കിലും മാറിക്കോളാം, എനിക്ക് അവിടെ വരാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും നീ വന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെല്ലാവരും ചോദിക്കും എവിടെ പോയെന്ന്. എന്തുവായാലും ഇത്രയായിട്ടും എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലേ? എന്തായാലും നിങ്ങൾ വരുന്നു, ഞാനും കൂടെ വരുന്നെന്ന് ആരുടെ പറയുന്നും വേണ്ട. എനിക്കാണെങ്കിൽ ഹോസ്റ്റലിലായിരുന്നാലും കുഴപ്പമില്ല, എനിക്ക് റൂം എടുത്ത് തരണം എന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട്, ചേട്ടൻ വിളിച്ച് പറഞ്ഞു അച്ഛനെ കാണിച്ചിട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത്. എന്തിന് ഇപ്പം തന്നെ പോകണമെന്ന് പറയുന്നേ? അതോ അവിടെയാണെങ്കിൽ അവരെല്ലാവരും കൂടെ എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്തോന്ന് പ്ലാൻ? അതൊന്നും ഇപ്പം നീ അറിയണ്ട, എന്തായാലും നിധി വരണം എൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയി കാണുമെന്ന്. എന്താ ഇവിടെ നിന്ന് കളഞ്ഞേ? എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കിട്ട് പോവുക നിന്നെ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞു കണ്ടില്ലേ, ഇവിടെ നിന്ന് പോവാൻ അച്ഛനെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്. കുഴപ്പമില്ല, നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രശ്നങ്ങളെല്ലാം കേട്ട ശേഷമല്ലേ ഇതെല്ലാം സംഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ട് എനിക്കും ഒരു ദുഃഖമുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലാണെങ്കിൽ അനിയന്മാരെല്ലാവരും കൂടി ഇരിക്കുക. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എല്ലാവരെയും നാണം കെടുത്തിട്ടാണ് വീണ്ടും പോയിരിക്കുന്ന ബാഗും കൊണ്ട്. എല്ലാവരും അറിഞ്ഞു ഇവിടുന്ന് പിണങ്ങിപ്പോയെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആർക്കൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ. ഇവിടെ ഒരു പെൺകുട്ടി വന്ന് കയറിയത് മുതൽ തുടങ്ങിയതാണ് എല്ലാവർക്കും അസൂയ. എന്നാൽ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചിക്ക് വരെ തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ അസൂയ. എന്തെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓട്ടിക്കുക എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആരും പറയാതെ തന്നെ ബാഗ് എടുത്തുകൊണ്ട് പോയില്ലേ, അതുകൊണ്ട് അവർക്ക് സന്തോഷമായി കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും റോഡിൽ നിന്ന് ആളുകൾ പറയുന്നുണ്ട്, നിൻ്റെ മോൻ പോയില്ലേ എന്ന്. അങ്ങനെ അച്ഛൻ വരുന്നുണ്ട്, സുധീഷിൻ്റെ അച്ഛൻ വന്ന് പറയുന്നുണ്ട്, എന്തായാലും നാളെ ഒരു കല്യാണം തന്നെ, ഒരു ഫംഗ്ഷൻ നടത്തണം അവരുടെ ഈ വീട്ടിൽ വെച്ച് തന്നെ, എന്നാലേ ഈ നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ട്, ചേട്ടനും അനിയന്മാരെല്ലാം പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്, നമുക്കൊരു ഫംഗ്ഷൻ നടത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് പറഞ്ഞു, എന്നാൽ ശരി, നമുക്ക് ഒരു ഫംഗ്ഷൻ നടത്താം, നമുക്ക് എല്ലാവരെയും വിളിക്കണം, ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിക്കണം, അവരൊക്കെ വരണം, വന്ന് അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചില്ലെങ്കിലും വേണ്ട, അവരാണെങ്കിൽ ഈ പറച്ചിലൊന്ന് നിർത്തുമല്ലോ, അതിന് വേണ്ടി നമുക്ക് എല്ലാവരെയും വിളിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനിയന്മാരും സുഭാഷും കൂടെ വിളിക്കാൻ വേണ്ടി പോവുക അടുത്തുള്ള വീടുകളിൽ. വൈകുന്നേരം ഫംഗ്ഷനാണ്, എല്ലാവരും വരണമെന്ന്. അങ്ങനെ കല്യാണമായിട്ട് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പോയപ്പോഴത്തേക്കും അവരുടെ വലിയച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും കുട്ടി പോയില്ലേ, പിന്നെ ഇനി ആരെ വെച്ചാൽ കല്യാണം നടത്തുക? ചുമ്മാ ഒരു പേരും പറഞ്ഞ് ആളെ പറ്റിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, നിങ്ങൾ സമയത്തിന് നിങ്ങളവിടെ ഉണ്ടായിരിക്കണം എന്ന് സുഭാഷ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അച്ഛനും അനിയന്മാരും എല്ലാവരും കൂടെ തീരുമാനിച്ച് ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ സുധീഷിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധീഷ് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നിൽക്കുന്നത്? അപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ നാളെ വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചേട്ടത്തെയും കൂടെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വരുമെന്ന് പറയുകയും അങ്ങനെ അവർ ഫംഗ്ഷൻ നാളത്തേക്ക് മാറ്റുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് സുധീഷിൻ്റെ അറിയാനുള്ള വേറെ ആൾക്കാരൊക്കെ വരുന്നത്. അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയത്? നീ നേരത്തെ ഇങ്ങനെയല്ല ആയിരുന്നല്ലോ, ജോലിയിൽ നല്ലൊരു ഇതായിരുന്നു നീ, പക്ഷേ അത് കണ്ടിട്ടാണ് അവിടെ സാറിൻ്റെ അവിടെ നിന്നെ ജോലിക്ക് തന്നെ എടുത്തത്. ഇപ്പം നീ ആര് പറഞ്ഞാലും കേൾക്കില്ല, ഒരു കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് നിനക്ക് ഇങ്ങനെ മാറ്റം വരുമോ എന്നും ചോദിക്കുന്നുണ്ട്. എനിക്കൊരു മാറ്റവും ഇല്ല, പക്ഷേ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു വ്യത്യാസം വന്നു തുടങ്ങി. കാര്യം എന്തെന്നാൽ എൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, അതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ നിധിയും സുഭാഷും കൂടെ സംസാരിക്കുന്നുണ്ട് ഫോണിൽ. ഇവിടെ വരണമെന്ന് പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്. അപ്പോഴത്തേക്ക് നിധി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ സുധീഷ് പറഞ്ഞിട്ട് നിധി വരാൻ വേണ്ടി അവസാനം തീരുമാനിക്കുകയാണ് വീട്ടിലോട്ട്.
അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട് അവർ എത്രയും പെട്ടെന്ന് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധീഷിൻ്റെ അനിയൻ പറയുന്നുണ്ട്, എന്തായാലും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി, ഈ വീട്ടിലുള്ള ഒരു വാക്ക് പോലും പറയാതെയല്ലേ ആരുടെ പറയാതെ ഒരാളെയും കൊണ്ട് വന്നത്, എന്നിട്ടാണെങ്കിൽ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുകയും ചെയ്യും, അവൻ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വന്നില്ലേ, ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല.